ഒരു നിർഭാഗ്യകരമായ സംഭവമാണ് രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. പ്രവർത്തിക്കാത്ത ഉപേക്ഷിച്ച കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണതിനെ തുടർന്ന് അവിടെ അല്പം മുമ്പ് പുറത്തെടുത്ത സ്ത്രീ മരണപ്പെട്ടു എന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സനോജ് വിവരങ്ങളുമായി ചേരുകയാണ്. രണ്ടുപേരാണ് അങ്ങനെ ആ കെട്ടിടത്തിന് അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടത്. സനോജ്, രണ്ടാമത്തെ ആൾ സ്ത്രീയെ അല്പം മുമ്പ് പുറത്തെടുത്തിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല അല്ലേ? അവിടെ വരുത്താം. ഇപ്പോൾ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ദൗർഭാഗ്യകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരീക്ഷയിടയിൽ കുടുങ്ങിയ സ്ത്രീയെ അല്പം മുമ്പാണ് രക്ഷാപ്രവർത്തകരെ രക്ഷപ്പെടുത്തിയത്. പ്രത്യേകിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങളിൽ സംഭവസ്ഥലത്ത് പ്രത്യേകിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു പ്രവർത്തനം നടന്നത്. ഇപ്പോൾ അവരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. രാവിലെ ഈ സംഭവ വികാസം ഉണ്ടാകുമ്പോൾ രണ്ടുപേർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് പുറത്തു വന്നിരുന്ന വാർത്തകൾ. എന്നാൽ പിന്നീട് തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഒരു വീട്ടമ്മ, അവരുടെ മകൾ അതീവ ഗുരുതരാവസ്ഥയിൽ ട്രോമ കെയറിലാണ് ഈ ഹോസ്പിറ്റലിൽ കഴിയുന്നത്. അതിനിടയിൽ മകളുടെ കൂട്ടിരിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടെത്തിയതായിരുന്നു ഈ അമ്മ. പിന്നീട് അവർ കുളിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. പിന്നീട് അവരെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധുമിത്രാദികൾ ഇവിടെ പലരും പറയുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഒരു നടുമുറ്റം പോലെയുള്ളൊരു ഭാഗത്ത് മറ്റ് ഗതാഗത സംവിധാനങ്ങളൊന്നും എത്തിപ്പെടാത്ത ഒരിടത്താണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായത്. അവിടേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിരുന്നു. പ്രത്യേകിച്ച് തടസ്സങ്ങളായി നിന്ന ചില ഭാഗങ്ങളൊക്കെ അറുത്തു മാറ്റേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ അറുത്തു മാറ്റിക്കൊണ്ടാണ് ഈ 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ ഉൾഭാഗത്തുകൂടി ഇവിടേക്ക് എത്തിച്ചത്. അങ്ങനെ എത്തിച്ച മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരാളിനെ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ അവരുടെ മരണം സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശരത്ത്, സനോജ്, ഇന്ന് രാവിലെ ആയിരുന്നില്ലേ ഈ അപകടം? അതായത് ഈ കെട്ടിടം കോട്ടയം മെഡിക്കൽ കോളേജിനുള്ളിലാണ്, പക്ഷേ ഈ കെട്ടിടം ഒരു ആശുപത്രി കെട്ടിടമായി പ്രവർത്തിക്കുന്നതായിരുന്നില്ല. അത് പൂർണ്ണമായും ആ നിലയിൽ ഉപേക്ഷിച്ചതാണ്. പകരം വലിയ കെട്ടിട സമുച്ചയം ബ്ലോക്ക് അവിടെ പണിത് പൂർത്തിയായി. അവിടേക്കുള്ള ഷിഫ്റ്റിംഗ് നടന്നു വന്നു. അതേതാണ്ട് പൂർണ്ണമായി. ഇത് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയായിരുന്നില്ലേ? അല്ലെങ്കിൽ രാവിലെ സമയത്തൊക്കെ ഇതല്ലല്ലോ, ഇതിലും അധികം ആളുകൾ അവിടെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ആളുകൾ ഇടപഴകാത്ത അല്ലെങ്കിൽ ചെന്നു കയറാത്ത ഒരു പ്രദേശം, ആ നിലയിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാത്ത ഒരു കെട്ടിടമാണ്. അവിടെയാണ് രാവിലെ ഈ അപ്രതീക്ഷിത ദുരന്തമുണ്ടായതല്ലേ? തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് ഈ അപ്രതീക്ഷിതമായ ദുരന്തമുണ്ടായത്. കാലപ്പഴക്കം ചെന്ന 1965, 68 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 68-ലാണ് ഈ കെട്ടിടം കമ്മീഷൻ ചെയ്യുന്നത്. ഈ മെഡിക്കൽ കോളേജിലെ ആദ്യകാല കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ കെട്ടിടം. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം മൂലം ഇവിടെ നിന്നും പുതിയ ബിൽഡിംഗ്, ബഹുനില കെട്ടിടം ഇവിടെ പണിത് അതിൻ്റെ പൂർത്തീകരണം അവസാന ഘട്ടത്തിലേക്ക് എത്തി. മിനുക്കുപണികൾ, ഓപ്പറേഷൻ തിയേറ്റർ ഒഴികെ ബാക്കിയുള്ള പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ട് ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട ശ്രമങ്ങൾ റൈറ്റ്. ഇന്ന് രാവിലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ആശുപത്രിയുടെ പ്രവർത്തനം ഒന്നും നടക്കാത്ത ആ നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടം, ആ കെട്ടിടം പൂർണ്ണമായും ഉപേക്ഷിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര പഴക്കം ചെന്നതായിരുന്നു. അതേ തുടർന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയുടെ പ്രവർത്തനമാകെ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറ്റിയിരുന്നു. മാത്രവുമല്ല, അവിടെ കിഫ്ബിയുടെ സഹായത്തോടെ ബദലായി വലിയൊരു ആശുപത്രി കെട്ടിട സമുച്ചയം പൂർത്തീകരിച്ച് അവിടേക്ക് എല്ലാം ഷിഫ്റ്റ് ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇവിടെ ആ നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട, പ്രവർത്തിക്കാത്ത, പഴക്കം ചെന്ന ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം രാവിലെ തകർന്നു വീണത്. അതിനിടയിൽ വലിയ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് 2 പേർ അതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന വിവരം മനസ്സിലാവുന്നത്. അവർ 2 പേരെയും പുറത്തെടുത്തു. പക്ഷേ അല്പം മുമ്പ് പുറത്തെടുത്ത സ്ത്രീയുടെ മരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നതുകൂടിയാണ്. അവിടെ കൂട്ടിരിപ്പിനായി മകളുടെ ചികിത്സാർത്ഥം അവിടെ എത്തിയ ഒരമ്മയാണ് ഈ വിധത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിയാണ് എന്നാണ് സനോജ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അവരാണ് രാവിലെ ഈ കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയത്. തകർന്നു വീണ സമയത്ത് ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. അവരെ പുറത്തെടുത്തുവെങ്കിലും പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നതുകൂടിയുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ നിർഭാഗ്യകരമായ, ദുഃഖകരമായ സംഭവം ഉണ്ടായത്.